VSന്റെ മൃതദേഹവും വഹിച്ചുള്ള അന്ത്യാഭിവാദ്യ യാത്ര മുന്നോട്ട് പോകുന്നതിനിടയിൽ ഡി ബിനോയ് കൂടി ചേരുന്നു. ബിനോയിയോട് എനിക്ക് ഈ നിമിഷം ചോദിക്കാനുള്ളൊരു സംശയം, ഈ അന്ത്യാഭിവാദ്യ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം തന്നെ ആ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ആൾക്കൂട്ടമുണ്ട്. അത് ഈ രീതിയിൽ തുടർന്നാൽ വളരെ പതുക്കെയല്ലേ മുന്നോട്ട് പോകും. ഒരു പക്ഷേ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടം കഴിഞ്ഞാൽ ഈ വാഹനത്തിന് വേഗം കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ മാത്രമാണല്ലോ ഒരു രാത്രിയോടെയെങ്കിലും ആലപ്പുഴയിൽ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ദർബാർ ഹാളിൽ നിന്ന് അന്ത്യാഭിവാദ്യ യാത്ര പുറപ്പെട്ടതിന് ശേഷം ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡി ബിനോയ്? കൃത്യം 2 മണിക്ക് തന്നെ ഈ വിലാപയാത്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം നഗരത്തിൽ തന്നെയാണ് വിലാപയാത്രയുള്ളത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ അടുത്ത സ്ഥലം, അതായത് അടുത്ത വിലാപയാത്രയ്ക്ക് അന്ത്യോപാദ്യം അർപ്പിക്കേണ്ടത് ഇവിടെയാണ്, ഉള്ളൂരാണ്. അവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ അതായത് നഗരം വിടുന്നതിനിടയിൽ തന്നെ 4ഓളം സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന് വിലാപയാത്രയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ജനക്കൂട്ടമുണ്ട്. ഇത് നഗരത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുകയാണ് വിലാപയാത്ര. ഏകദേശം പട്ടത്തിന് സമീപത്തേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ തിരക്ക് ഒരു പക്ഷേ നഗരപരിധി കഴിയുന്നത് വരെ ഉണ്ടാവും. കാരണം വലിയ ജനക്കൂട്ടമാണ് പാതയോരത്ത് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വാഹനത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആ യാത്രക്കാരെ കുറിച്ചാണ് ഞാനൊരു സംശയം പ്രകടിപ്പിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയാൽ വാഹനത്തിന്റെ വേഗം വല്ലാതെ കുറയില്ലേ എന്ന്. ബിനോയിലേക്ക് തിരികെ പെട്ടെന്ന് തന്നെ വരാം. തലശ്ശേരിയിൽ നിന്ന് രഘുനാഥൻ എന്ന ഒരു പ്രേക്ഷകൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ VS അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. പറയാം, സംസാരിച്ചോളൂ. വിശേഷിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. 1000 ആൾക്കാരുടെ 1000 അല്ല 10,000-ൽ ഒരാളെ മാത്രമേ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റൂ. 10,000-ലും കാണാൻ പറ്റുമോ അറിയില്ല. അത്രയ്ക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. രഘുനാഥൻ തലശ്ശേരിയുടെ അന്ത്യാഭിവാദ്യ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ വാക്കുകളെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നന്ദി. ഡി ബിനോയ് ആൾക്കൂട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. വാഹനത്തെ വിടാതെ പിന്തുടർന്ന് VSനോടൊപ്പം തന്നെ നടന്ന് യാത്ര ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മനസ്ഥിതിയുള്ള ഒരാൾക്കൂട്ടം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ വിഭാഗീയത നിലനിന്ന സമയത്ത് VSനോടൊപ്പം ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. VSനെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. VSനോട് ഇപ്പോഴും താല്പര്യമുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ആളുകളുടെ സംഘം തന്നെയാണ്, VSനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സംഘം തന്നെയാണ് ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വാഹനത്തിന് തൊട്ടു പിന്നാലെ നീങ്ങുന്നത്. ഇത് ഈ ഒരുപക്ഷെ നഗരപരിധി വിട്ടുമ്പോഴേക്കും വാഹനത്തിന്റെ വേഗത കൂട്ടാനാണ് സാധ്യത. ഇപ്പോൾ ഒരുപക്ഷെ ഉള്ളൂർ വരെയൊക്കെ ആ സ്ഥലങ്ങൾ വരെ ഇതേ വേഗതയിൽ മാത്രമേ വാഹനത്തിന് പോകാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ശ്രീകാര്യം ഭാഗത്തേക്കാണ്. അവിടെയും ഒക്കെ തന്നെ വലിയ തരത്തിൽ ആൾക്കൂട്ടമുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിന് അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ എത്തുമ്പോഴേക്കും വാഹനത്തിന്റെ വേഗത കുറയും. ഏകദേശം ഈ നമ്മുടെ കണിയാപുരം അത് കഴിയുമ്പോഴേക്കും ആ സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോയിന്റുകളില്ല. പിന്നീട് കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. ആ സ്ഥലങ്ങളിലൊക്കെ വേഗത കൂട്ടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടി പ്രവർത്തകരും പങ്കുവെക്കുന്നത്. എന്തായാലും നിശ്ചയിച്ച സമയത്ത് ഒന്നും തന്നെ ആലപ്പുഴയിൽ ഈ വിലാപയാത്ര എത്തത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ നേരത്തെ തന്നെ 2 മണിക്ക് തന്നെ ഇത് നിർത്തിയിരുന്നു. ഈ 2 മണിക്ക് തന്നെ നേരത്തെ പൊതുദർശനം നിർത്തിയിരുന്നു. കൃത്യസമയത്ത് തന്നെ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലെ അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും വാഹനത്തിന് വേഗത്തിൽ
വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. വളരെ പതുക്കെ മാത്രമാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ നഗരത്തിന്റെ പരിധി കഴിയുമ്പോഴേക്കും വാഹനത്തിന്റെ വേഗത കൂടും എന്ന് മനസ്സിലാക്കാം. കാരണം വളരെയധികം ആളുകൾ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഈ വാഹനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന നല്ലൊരു ശതമാനം നഗരത്തിൽ ഉള്ളവർ തന്നെയാണ്. അത് അടുത്ത പോയിന്റിൽ എത്തുമ്പോഴേക്കും ഇങ്ങനെ ഓരോ പോയിന്റുകളിൽ എത്തുമ്പോഴും വാഹനത്തോടൊപ്പം ആൾക്കൂട്ടവും VS-ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആൾക്കൂട്ടവും കൂടെ കൂടുകയാണെങ്കിൽ നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്ര വളരെ വേഗത കുറയും. ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ ഒരുപാട് വൈകിയായിരിക്കും അവിടേക്ക് എത്തുക. അതിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരു പക്ഷേ പാർട്ടി ഇടപെട്ട് ഏർപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു 7 മണിയോടുകൂടിയാണ് കൊല്ലത്ത് എത്താനുള്ള സമയം നിർദ്ദേശിച്ചിരിക്കുന്നത്. 7 മണിക്ക് അവിടെ എത്തും എന്നാണ് പറയുന്നത്.